റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അതിന്റെ അടയാളം എന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യുകിരിം ജാറഹു, അവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ. പരസ്പരം വഴക്ക് കൂടി തല്ലുകൂടി ദേഷ്യപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യ, നിന്റെ ഈമാനെ കുറിച്ച് നീ ചിന്തിച്ചു നോക്ക്. ഈമാണ്ടോ, പരലോക ബോധമുണ്ടോ? അയൽവാസിക്കൊരു ആദരവ് നൽകുന്നവനായിരിക്കും. നമ്മൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കുക. മറ്റു ജില്ലയിലാണ്, മറ്റു പ്രദേശത്താണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാം. നമ്മളെങ്ങനെയാണ് ചെറിയ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളുടെ പഴക്കമുള്ള പിണക്കങ്ങളുള്ള ഒരു മതിലിനപ്പുറത്തുള്ള വീട്ടുകാരുമായി ബന്ധം വിച്ഛേദിച്ച എത്ര പേരുണ്ടെന്ന് ഈ പള്ളിയിൽ? കാരണങ്ങൾ എന്തോ ആവട്ടെ, ആ പിണക്കങ്ങൾ നിനക്ക് ആരാണ് അനുവദിച്ചു തന്നത്? ശരി, നാവ് കൊണ്ട് നിരന്തരമായി തന്റെ അയൽവാസികളെ ഉപദ്രവിക്കുന്ന എത്ര പേരുണ്ട്? ഒരു സ്വൈര ജീവിതം കൊടുക്കാതെ എത്ര പേര്? നമ്മളെ കുറിച്ച് വിലയിരുത്താനാണ്. ചിലപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കൊന്ന് കളിക്കാൻ പോയ നമ്മുടെ മക്കൾ തമ്മിൽ, ചെറിയ പ്രായമുള്ള കുട്ടികൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ മാതാപിതാക്കൾ തമ്മിൽ പിണങ്ങി നടന്ന, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബന്ധങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞ എത്ര വീട്ടുകാരുണ്ട് നമ്മുടെ നാട്ടിൽ? തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കടക്കാൻ ഒരേ ഒരു വഴി ഉണ്ടാവുകയുള്ളൂ, ഒരു മതിൽ. ആ മതിൽ ക്ലോസ് ചെയ്ത, ആ വഴി മുടക്കിയ എത്ര അയൽപക്കങ്ങളുണ്ട് നമുക്ക്? ഒരു വഴി നടത്താൻ പോലും സമ്മതിക്കാത്തവർ. എന്ത് പ്രശ്നമാണ് നമുക്ക് പറയാം? നമ്മുടെ നെഞ്ചത്തു കൂടെ അല്ലല്ലോ ആ അള്ളാഹ് നൽകിയ ഭൂമിയിലൂടെ ഒരു വഴി നടക്കാൻ പോലും വിസമ്മതിച്ചവരില്ലേ നമ്മുടെ നാട്ടിൽ? എന്ന് മാത്രവുമല്ല, ഈ ബന്ധം വലിയ ഊഷ്മളതയുണ്ടാകണം എന്ന് പഠിപ്പിച്ചപ്പോൾ തന്നെ സൂക്ഷ്മത കൂടെ വേണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഇന്നെങ്ങനെയെന്നറിയോ? അയൽവാസി ആയെങ്കിൽ പിന്നെ ഏത് സമയത്തും കയറി വരാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, എന്ത് വർത്താനം വേണമെങ്കിലും പറയാം. സുഹൃത്തുക്കളെ, മഹ്റമല്ലാത്ത അയൽവാസി മഹ്റമല്ല എന്ന് തന്നെ തിരിച്ചറിയണം. അന്യപുരുഷനായി കാണണം. അയൽവാസിയാണ്, ശരി, എന്തും കയറാം, എപ്പോഴും വരാം, എങ്ങനെയും സംസാരിക്കാം എന്നുണ്ടോ? എത്ര പ്രശ്നങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം തൊട്ടപ്പുറത്തുള്ള അയൽപക്ക ബന്ധങ്ങൾ ഉണ്ടാകുന്ന തെറ്റായ സംസാര രീതികൾ കണ്ട് കുടുംബ ബന്ധങ്ങൾ പ്രശ്നമായി മാറിയ എത്ര സംഭവങ്ങളുണ്ട്. അയൽപക്ക ബന്ധങ്ങളിലെ അവിഹിതങ്ങൾ കാരണം കൊണ്ട് നാറിയ ജീവിതങ്ങൾ എത്ര നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൗരവമാണ്, സാധാ സംഭവമായി നിങ്ങൾ കാണരുത്. ഒരാള് നാട്ടിലുള്ള 10 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് അലാ മിൻ അയ്യസിനിയ ബിഇംറഅതി ജാരിഹി, തന്റെ അയൽവാസിയായ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുക എന്നത് മറ്റു 10 ആളുകളെ ചെയ്യുന്നതിനേക്കാൾ ഗൗരവം വർദ്ധിക്കുകയാണ്. ഹദീസിൽ അടുത്തത് കാണാം, മറ്റു 10 വീടുകളിൽ മോഷ്ടിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് അയൽവാസിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മോഷ്ടിക്കൽ. എത്ര ഗൗരവത്തോടെ ആയിരിക്കണം ഹദീസിൽ ഇത് വന്നപ്പോൾ ഇസ്ലാം അതിനെങ്ങനെയാ കാണുന്നത്? പരലോക വിജയത്തിന് ഈമാൻ അത്യാവശ്യമാണ്. മുഅ്മിനാകാതെ പരലോകത്ത് ജയിക്കാൻ പറ്റൂല. നല്ല മുഅ്മിനാകാൻ നബി തങ്ങൾ കൊടുത്ത ഉപദേശം, വഹ്സിൻ ഇലാ ജാരിക, നീ നിന്റെ അയൽവാസിക്ക് പുണ്യം ചെയ്തോ, തകുൻ മുഅ്മിനാ, നീ നല്ല ഒരു മുഅ്മിനായി മാറും. ആളുകളുടെ ധാരണ പള്ളി പോയാൽ മതി, ക്ലാസ്സിന് പോയാൽ മതി, ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് അങ്ങനെ നടന്നാൽ മതി, ഒരു നല്ല മുഅ്മിനാകുമെന്ന് ധരിച്ചുവെങ്കിൽ, നീ നിന്റെ സുഹൃത്തത്തിന്റെ കാര്യത്തിൽ അയൽവാസികളെ മുടക്കരുത്, അവർക്ക് നന്മ ചെയ്യണം. തകുൻ മുഅ്മിന, എങ്കിൽ നീ ഒരു മുഅ്മിനായി മാറും. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ, അയൽവാസിയുടെ മതം നോക്കാതെ, ആദർശം നോക്കാതെ, പ്രസ്ഥാനം നോക്കാതെ അവരുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നു? നമ്മുടെ നാട്ടിൽ എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നിന്റെ അയൽവാസി ഇന്ന ആദർശക്കാരനാണെങ്കിൽ നീ മിണ്ടരുത്, ചിരിക്കരുത്, നോക്കരുത്, മരിച്ചാൽ പോകരുതെന്ന് പറയുന്ന ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ വെച്ച് നടക്കുന്ന എത്രയോ പ്രഭാഷകന്മാരുണ്ട്. ഒന്നേ പറയാനുള്ളൂ, അവർ ഈ സമുദായത്തിനെ നശിപ്പിക്കുന്നതിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന നാശത്തിന്റെ കാരണക്കാരാണ്. തമ്മിൽ തല്ലിക്കുന്ന, അകൽച്ചയുണ്ടാക്കുന്ന, ശത്രുത പരത്തുന്ന അത്തരം ആളുകളെ ഇനിയെങ്കിലും കരുതിയിരിക്കണം നമ്മൾ. ഇസ്ലാം പറയാണ്, മതം നോക്കാതെ നിന്റെ അയൽവാസിയാണോ നീ അവനെ പരിഗണിക്കണം.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വർഗ്ഗത്തിലെത്താൻ മുഹ്സിനാവണം, നീ ഒരു നല്ല സുഹൃതവാനാകണം. ഒരു സഹാബി ചോദിക്കുകയാണ്, നബിയേ, ഞാൻ എങ്ങനെയാണ് ഒരു നല്ല മുഹ്സിനാണ്, നല്ല സുഹൃതവാനാണ്, ഞാനൊരു നല്ല മനുഷ്യനാണ്, നീ എങ്ങനെയാണ് എനിക്കറിയാൻ സാധിക്കുക? നബി തങ്ങൾ പറഞ്ഞു, സൽ ജീറാനക, നിന്റെ അയൽവാസിനോട് ചോദിച്ചാ മതി നിന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് നമ്മൾ അയൽവാസിനോട് ചോദിച്ചാൽ മതി നമ്മൾ നല്ല മനുഷ്യനാണോ മോശപ്പെട്ടവനാണോ എന്നറിയാനുള്ള ഏക വഴി അതാണ്. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. നിന്റെ അയൽവാസി പറയുകയാണ്, ഇന്നക മുഹ്സിനുൻ, നീ ഒരു നല്ല മനുഷ്യനാണ്, നല്ല ഒരു സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞാൽ അത് സർട്ടിഫിക്കറ്റ് ആണ്. ഇന്നക മുസീഉൻ, നീ ഒരു മോശക്കാരനാണെന്ന് അയൽവാസി പറഞ്ഞാൽ അത് ശരി തന്നെയാണ്, അത് വിലയിരുത്തേണ്ടതാണ്. ഇതൊക്കെ ആരാണ് ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കുന്നത്? ആരാണ് ഈ ബന്ധത്തിന് കാര്യമായി ഗൗരവത്തിൽ കാണുന്നത്? മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു സഹാബി വര്യനാണ്. അദ്ദേഹത്തിനോട് കൊടുത്ത ഒരു ഉപദേശത്തിൽ കാണാം, നിന്റെ അയൽവാസികളെ നീ പരിഗണിക്കണം. അവരറിയരുത്, അവരെ വിളിക്കരുത്, അവരെ നോക്കരുതെന്നല്ല, അവരെ പരിഗണിക്കണം. നിന്റെ വീട്ടിലൊരു സന്തോഷമുണ്ടാകുമ്പോൾ നീ പ്രത്യേകിച്ചും അവരെ ഒന്ന് മാനിക്കണം. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കുകയാണ്, ഇദാ തബഖത മറഖതൻ, നീ വീട്ടിൽ ഒരു സ്പെഷ്യലായ കറി വെക്കുകയാണെങ്കിൽ ഫക്തിർ മാഅഹാ, അല്പം വെള്ളം കൂടുതൽ അതിലിട്ടേക്ക്. വതആഹദ ജീറാനക, നിന്റെ അയൽവാസിനെ കൂടെ അതിൽ പരിഗണിക്ക്. നമ്മളെ വീട്ടിലത്തെ എണ്ണ സംഖ്യ എടുക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ രണ്ടാളെയും കൂടെ പരിഗണിക്കാൻ എന്ത് പ്രയാസമാണ് നമുക്ക് പറയാനുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഗൾഫിലുള്ള ആളുകളെ ഫോൺ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അന്യ ജില്ലകളിൽ കിടക്കുന്ന എത്രയോ ബന്ധങ്ങളെ വിളിച്ച് എത്രയോ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കും. തൊട്ട മതിലിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ കയറിയിട്ട് കുശലാന്വേഷണങ്ങൾ നടത്തുന്ന സ്വഭാവം നമുക്കുണ്ടോ? നമുക്കെന്ത് തിരക്കാണ് അതിന് പറയാനുള്ളത്? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ മുഅ്മിനല്ല, അയാൾ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ലൈസ ബിമുഅ്മിനിൻ, ഒരാൾ മുഅ്മിനല്ല മൻ ബാത ശബ്ആൻ. കേട്ടതാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോ ഇപ്പുറത്തെ വീട്ടിൽ വയറു നിറച്ചു ഉണ്ണുന്നവൻ അവൻ മുഅ്മിനല്ല. ഇതൊരു നല്ല ക്വാളിറ്റി അല്ല, അതവനിൽ വരാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മളൊക്കെ ജോലിയാർത്ഥം യാത്രയാവശ്യാർത്ഥം വീട് വിട്ട് പലപ്പോഴും പുറത്താണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ കഴിയുന്ന നമ്മുടെ ഭാര്യമാര്, ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരിമാര് ശ്രദ്ധിക്കണം. ഈ ഖുതുബ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, സ്ത്രീകളെ, അയൽവാസികളോട് നന്നായി പെരുമാറാതെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂല. എന്തൊക്കെ വസ്ത്രം ധരിച്ചാലും, എന്തൊക്കെ നല്ല രൂപത്തിൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങിയാലും, എത്ര നിസ്കരിച്ചാലും, എത്ര സ്വതക്ക ചെയ്താലും, നിങ്ങൾ ഈ ഹദീസ് കേൾക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഒരാൾ സംശയം ചോദിക്കുകയാണ്, നബിയേ, എനിക്കൊരു പെണ്ണിനെ പരിചയമുണ്ട്. ഇന്ന ഫുലാന യുദ്കറു മിൻ കസ്റത്തി സ്വലാത്തിഹാ, നല്ല നിസ്കാരമാണ്, സുന്നത്തും ഫർളും മുടങ്ങാതെ നിസ്കരിക്കുന്ന ഒരു പെണ്ണാണ്. വസിയാമിഹാ, നോമ്പ് വരെ സുന്നത്തെടുക്കുന്നവളാണ്. വസദഖതിഹാ, നന്നായി ദാനം ചെയ്യുന്ന ഒരു പെണ്ണാണ് നബിയെ. വൈറ അന്നഹാ തുദി ജീറാനഹാ ബിലിസാനിഹാ, ഒരു പ്രശ്നമുണ്ട്, ഒറ്റ പ്രശ്നമേ ഉൾക്കൊള്ളൂ, തന്റെ അയൽവാസികളെ നാവുകൊണ്ട് നിരന്തരമായി ഉപദ്രവിക്കുന്ന പെണ്ണാണ് നബിയെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഫഖാൽ, പ്രവാചകന്റെ മറുപടി കേൾക്കണം, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. ആദ്യം എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അവസാനം ഒരു പ്രശ്നം പറഞ്ഞു. അയൽവാസിനെ നാവുകൊണ്ട് നിരന്തരമായി ഉപദ്രവിക്കുന്നവളാണ്, നരകത്തിലാണ്. ഉടൻ ആൾ തിരിച്ചു ചോദിച്ചു, നബിയെ, എനിക്കൊരു പെണ്ണിനെ അറിയാം, നോമ്പ് കുറച്ചൊക്കെ കുറവാണ്, സുന്നത്തൊന്നും അങ്ങനെ വല്ലാതെ എടുക്കലില്ല. വസദഖതിഹാ, സ്വതക്ക കൊടുക്കൽ വളരെ കുറവാണ്, പക്ഷെ അവൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. വലാ തുദി ജീറാനഹാ ബിലിസാനിഹാ, ഒരിക്കലും തന്റെ അയൽവാസികളുമായി നാവ് കൊണ്ടൊരു ഉപദ്രവം പോലും ചെയ്യാത്തൊരു നല്ല ഒരു പെണ്ണുണ്ട് നബിയെ. ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ്, അവൾ സ്വർഗത്തിലാണ്. അതൊരു വലിയ കാര്യമായിട്ടാണ് ഹദീസിൽ വിശദീകരിച്ചത്. നമ്മൾ നമ്മുടെ പെരുമാറ്റത്തെ വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങൾ ആലോചിക്കൂ നിങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങളാണ് നമ്മുടെ അയൽവാസി വിലയിരുത്തുന്നത്. നമ്മുടെ പ്രസംഗങ്ങളല്ല, നമ്മുടെ ഖുതുബകളല്ല, നമ്മുടേതായ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല, നമ്മുടെ പെരുമാറ്റമാണ് ഇതര മതസ്ഥരായ, അന്യമതസ്ഥരായ അയൽവാസികൾ
നമ്മളെ വിലയിരുത്തുന്ന മാനദണ്ഡം നമ്മളും അവരും തമ്മിലുള്ള പെരുമാറ്റമാണ്. ഒരിക്കൽ പോലും നമ്മളാണ് ഈ നാട്ടിലെ ശല്യക്കാർ, ഇയാളാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ കുഴപ്പക്കാരൻ എന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പറയാതിരിക്കാൻ നല്ല ഗൗരവം വേണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുക നിങ്ങൾ. മക്കയിൽ താമസിക്കാൻ കഴിയാതെ, സഹിക്കാൻ കഴിയാതെ, അള്ളാനെ ആരാധിച്ച് ജീവിക്കാൻ കഴിയാതെ വേറെ ഒരു നാട്ടിലേക്ക് യാത്ര പോകാൻ വേണ്ടി പുറപ്പെട്ടു. വഴിയിലെത്തിയ സമയത്ത് ഇബ്നു ദുഹിന്ന എന്ന അമുസ്ലിമായ മനുഷ്യൻ വഴി തടഞ്ഞിട്ട് ചോദിച്ചു, അബൂബക്കർ നിങ്ങൾ എങ്ങോട്ടാ പോണത്? അദ്ദേഹം പറഞ്ഞു, നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ മറ്റേതെങ്കിലും ഒരു നാട് തേടി പോവുകയാണ്, എനിക്കിവിടെ ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇബ്നു ദുഹിന്ന എന്ന അമുസ്ലിമായ സഹോദരൻ പറഞ്ഞ വാക്കുണ്ട്, അബൂബക്കർ നിങ്ങൾ പോകരുത്, നിങ്ങൾ ഈ നാട് വിട്ട് പോകരുത്. ഇന്ന മിസ്ലക് ലാ യഖ്റുജു വലാ യുഖ്റജ്. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ നാട് വിട്ടു പോകാൻ പാടില്ല, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല. കാരണം നിങ്ങൾ പ്രയാസപ്പെടുന്നവന്റെ അത്താണിയാണ്, കുടുംബബന്ധം ചേർക്കുന്നയാളാണ്, സത്യസന്ധത പാലിക്കുന്നയാളാണ്. ആരാ സർട്ടിഫിക്കറ്റ്? ഒരു അമുസ്ലിമിന്റെ സർട്ടിഫിക്കറ്റ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകും, ഞാൻ നിങ്ങൾക്ക് അഭയം നൽകും, ഞാൻ നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം തരും, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരും. നിങ്ങൾ മടങ്ങി വാ, നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിങ്ങൾ ഇവിടെ ആരാധന ചെയ്ത് ജീവിക്കണം, നിങ്ങൾ ഈ നാട് വിട്ടു പോകരുത്. ഇങ്ങനെ നമ്മളെക്കുറിച്ച് എത്ര പേർ നമ്മുടെ നാട്ടിലെ മറ്റുള്ളവർ പറയും. പെരുമാറ്റമാണ്, നല്ല സ്വഭാവമാണ്, വിശിഷ്ട ഗുണമാണ് അയൽപക്കത്തിൻ്റെ ഏറ്റവും നല്ല മാന്യത എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അതെല്ലാം പാലിക്കാനും മനസ്സിലാക്കാനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.